മുസ്ലിം വിശ്വാസ ആചാരങ്ങളിൽ പലതും പങ്കിടുകയും എന്നാൽ പാരലലായി പോകുന്ന ഒരു സമൂഹമാണ് അഹമ്മദിയാക്കൾ. ഇതിൻ്റെ ഉപജ്ഞാതാവായ ഗുലാം അഹമ്മദ് എന്നയാൾ പഞ്ചാബിലെ ഖാദിയാനിലാണ് ജനിച്ചത്. അതുകൊണ്ട് ഇവരെ ഖാദിയാനികൾ എന്നും പറയാറുണ്ട്. മുസ്ലിങ്ങളുടെ ഒരു പ്രധാന വിശ്വാസം മുഹമ്മദ് നബി അന്ത്യപ്രവാചകനാണ് എന്നതാണ്. ഖാദിയാനികൾ ഇത് അംഗീകരിക്കുന്നില്ല. അവർ പറയുന്നത് പ്രവാചകത്വം നബിയോടുകൂടി അവസാനിക്കുന്നില്ല, അതിനുശേഷം തുടരാവുന്നതാണെന്നാണ്. ഖുർആനിലെ ഖാത്തിമുൻ നബിയ്യീൻ അഥവാ അന്ത്യപ്രവാചകൻ എന്ന വാക്കിന് അഹമ്മദികൾ കൊടുക്കുന്ന അർത്ഥം മറ്റൊന്നാണ്. അവർ പ്രവാചക മുദ്ര എന്നാണ് അതിന് അർത്ഥം കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ മുസ്ലിങ്ങൾ അഹമ്മദികളെ ഇസ്ലാമിൻ്റെ പരിധിയിൽ കാണുന്നില്ല. അഹമ്മദികൾ തിരിച്ചും. കാരണം അഹമ്മദി പ്രവാചകൻ്റെ വിശ്വാസപ്രകാരം അദ്ദേഹത്തിൽ വിശ്വസിക്കാത്ത ആരും വിശ്വാസികളല്ല. അവർ കാഫിറുകളാണെന്ന് അദ്ദേഹത്തിൻ്റെ പല ഗ്രന്ഥങ്ങളിലും പറയുന്നുണ്ട്. ഖാദിയാനികൾ എന്തുകൊണ്ട് മുസ്ലിങ്ങളല്ല എന്ന ചെറിയ ഗ്രന്ഥത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഉള്ള ചില ചിന്തകളാണ് ഇവിടെ പറയുന്നത്. 40 രൂപ മാത്രം ഉള്ള ഈ കൊച്ചു പുസ്തകം പ്രസിദ്ധീകരിച്ചിരിക്കുന്നത് സയ്യിദ് ഹസനി അക്കാദമി ഓച്ചിറയിൽ നിന്നാണ്. അഹമ്മദികളും മുസ്ലിങ്ങളും ഈ വിഷയത്തിൽ താൽപ്പര്യമുള്ള എല്ലാവരും വായിച്ചിരിക്കേണ്ട ഒരു ഉത്തമ കൃതിയാണിത്. ഇന്ത്യയിൽ കഴിഞ്ഞ കാലം ജീവിച്ചിരുന്ന 6 പണ്ഡിതരുടെ 6 പ്രബന്ധങ്ങളാണ് ഇതിലെ ഇതിവൃത്തം. അല്ലാമ മുഹമ്മദ് ഇദ്രീസ് കാന്തലവി, മൗലാന മുഹമ്മദ് മൻസൂർ നൊമാനി, മൗലാന മൻസൂർ അഹമ്മദ്, മൗലാന മുഹമ്മദ് യൂസുഫ് ലുധിയാനവി, മൗലാന നൂർ ആലം അമീനി, അല്ലാമ സയ്യിദ് അൻവർ ഷാ കാശ്മീരി എന്നിവരാണ് ആ പണ്ഡിതർ. പ്രബന്ധങ്ങൾ ഇവയാണ്: ഇസ്ലാമും ഖാദിയാനിസവും അടിസ്ഥാന ഭിന്നതകൾ, ഖാദിയാനികൾ എന്തുകൊണ്ട് മുസ്ലിങ്ങളല്ല, കള്ളപ്രവാചകൻ്റെ കള്ളത്തരങ്ങൾ, പ്രമാണ പൂർത്തീകരണം, ഖാദിയാനിസം ബ്രിട്ടീഷുകാരുടെ ജാരസന്തതി, ഖാദിയാനികളുടെ പ്രധാനപ്പെട്ട 3 കുഫറുകൾ. തൻ്റെ ആശയപ്രചരണത്തിന് വേണ്ടി അനവധി ഗ്രന്ഥങ്ങൾ രചിച്ച മിർസ ഗുലാം അഹമ്മദ് ഒരു അത്ഭുത പ്രതിഭാസം തന്നെയാണ്. കപടമായ ഒരു ആദർശ പ്രചാരണത്തിന് വേണ്ടി ബുദ്ധിപരമായി ഇത്രമാത്രം പ്രവർത്തിക്കാൻ കഴിയുമോ എന്ന് അത്ഭുതപ്പെട്ടു പോകുന്നു. ഏതായാലും എതിർഭാഗത്തിന് വേണ്ട അസംസ്കൃത വസ്തുക്കൾ അദ്ദേഹത്തിൻ്റെ ഗ്രന്ഥങ്ങൾ തന്നെയാണ്. മുസ്ലിം സമുദായത്തിലെ ഒരു പരിഷ്കർത്താവ്, മുജദ്ദിദായിട്ടാണ് അദ്ദേഹം രംഗപ്രവേശനം ചെയ്യുന്നത്. പിൽക്കാലത്ത് താൻ ന്യൂനതയുള്ള ഒരു പ്രവാചകനായിട്ട് അവതരിച്ചു. 1901 ശേഷം അദ്ദേഹം തൻ്റെ ദിവ്യ വെളിപാടിൻ്റെ അടിസ്ഥാനത്തിൽ താൻ മുഹമ്മദ് നബിയെപ്പോലെ തന്നെ ഉള്ള ഒരു പ്രവാചകനാണെന്ന് വാദിച്ചു. തദനന്തരം മുസ്ലിങ്ങൾ പ്രതീക്ഷിക്കുന്ന ഈസാ നബി താനാണെന്നും അതുപോലെ തന്നെ മഹദി ഇമാമും താനാണെന്ന് അദ്ദേഹം വാദിച്ചു. ഈ വാദം ക്രമേണ ഹിന്ദുക്കളുടെ ആരാധ്യപുരുഷനായ കൃഷ്ണനും രാമനും പാർസികളുടെ പ്രവാചകനായ അഹിർമസ്തു എല്ലാം താൻ തന്നെയാണെന്ന് അദ്ദേഹം പിൽക്കാലത്ത് വാദിച്ചു. ഈ കാലഘട്ടങ്ങളിലെല്ലാം തന്നെ മുസ്ലിം പണ്ഡിതന്മാർ രൂക്ഷമായി അദ്ദേഹത്തിനെതിരെ വന്നു. പലപ്പോഴും അവരുമായി ഖണ്ഡനമണ്ഡനങ്ങൾക്കും വാഗ്വാദങ്ങൾക്കും ഇടവന്നു. ഏതായാലും കുറഞ്ഞ അനുയായികളെ അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് കിട്ടിയെങ്കിലും ബഹുഭൂരിപക്ഷം വരുന്ന മുസ്ലിം ജനസാമാന്യം ആഗോളതലത്തിൽ തന്നെ അദ്ദേഹത്തിന് എതിരായി. അതിൻ്റെ ഒരു ഭാഗമായാണ് പാകിസ്ഥാനിൽ സിയാഉൽ ഹക്കിൻ്റെ കാലത്ത് ഖാദിയാനികളെ അമുസ്ലിങ്ങൾ എന്ന് വിധിച്ചത്. പാകിസ്ഥാനിലെ മുസ്ലിങ്ങളിൽ നിന്നും അവിടുത്തെ ഉലമാക്കളിൽ നിന്നുള്ള രൂക്ഷമായ എതിർപ്പിൻ്റെ പ്രതിഫലനമായിരുന്നു പാകിസ്ഥാൻ ഗവൺമെൻറ്റിൻ്റെ ആ ഉത്തരവിന് കാരണം. ആദ്യകാലത്ത് പല മുസ്ലിം ബുദ്ധിജീവികളും അഹമ്മദിയ വിഭാഗത്തിൻ്റെ ഭാഗമായി മാറിയിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായാണ് പാകിസ്ഥാനിലെ മുൻ ലോക കോടതി ജസ്റ്റിസായിരുന്ന സർ സഫറുല്ല ഖാൻ അഹമ്മദിയ ഭാഗമായി മാറിയത്. അതുപോലെ ഡോക്ടർ അബ്ദുൽ ഹക്കീം പിന്നീട് അഹമ്മദിയ വിഭാഗത്തിൽ നിന്നും രാജിവെച്ചു. പാകിസ്ഥാൻ നോബൽ ജേതാവ് ന്യൂക്ലിയർ ഫിസിസ്റ്റായിരുന്ന പ്രൊഫസർ അബ്ദുസ്സലാമും അതിൽപ്പെട്ടിരുന്നു.
സാരേ ജഹാൻ സെ അച്ച എന്ന ദേശഭക്തി ഗാനമെഴുതിയ പാകിസ്ഥാൻ്റെ രാഷ്ട്രകവിയുമായ അല്ലാമ ഇക്ബാൽ അഹമ്മദിയത്തിനെതിരായാണ് പ്രവർത്തിച്ചിരുന്നത്. ലോകത്ത് ഷിയ സുന്നി വിഭജനവും ധാരാളം അവാന്തര വിഭാഗങ്ങളും ഉണ്ടെങ്കിലും ഇസ്ലാമിൽ നിന്നും തീർത്തും പുറത്തുപോയെന്ന് പറയപ്പെടുന്ന ഒരു വിഭാഗമാണ് അഹമ്മദിയ മതക്കാർ. ഭൂരിപക്ഷം ലോക മുസ്ലിങ്ങൾ മുഹമ്മദ് നബിക്ക് ശേഷം മറ്റൊരു നബി വരില്ല എന്ന് പറയുമ്പോൾ കഴിഞ്ഞ നൂറ്റാണ്ടിൽ പഞ്ചാബിലെ ഖാദിയാനിൽ ജനിച്ച ഗുലാം മുഹമ്മദ് പുതിയ പ്രവാചകനാണെന്ന് അവർ വിശ്വസിക്കുന്നു. ഖുർആനിലും ഹദീസിലും മുഹമ്മദ് നബിയെ അന്ത്യപ്രവാചകൻ എന്ന് പറയുന്ന ധാരാളം ആയത്തുകൾ മൂസാ നബിക്ക് ശേഷവും ഈസാ നബിക്ക് ശേഷവും പുതിയ നബി വരുമെന്ന് സൂചനയും ഉണ്ടായിരുന്നു. മറിച്ച് ഖുർആനിൽ അങ്ങനെ പുതിയ നബി വരുമെന്ന് സൂചനയില്ല. അവസാന നബിയാണെന്ന് കാണുക. അഹമ്മദികൾ അത്തരം ഇടങ്ങളിൽ മറ്റ് അർത്ഥങ്ങൾ പറഞ്ഞ് ഖുർആനെ വക്രീകരിക്കുന്നു എന്നാണ് മറുഭാഷ്യം. ഗുലാം മുഹമ്മദ് ഖാദിയാനി ഏതായാലും മരണത്തിന് മുമ്പ് വലിയൊരു ശിഷ്യശൃംഖലയെ സൃഷ്ടിച്ചു. അദ്ദേഹത്തിൻ്റെ പ്രതിനിധികൾ ഖലീഫമാരായി അവരോധിച്ചു. ആദ്യത്തെ ഖലീഫ ഹക്കീം നൂറുദ്ദീൻ എന്നയാളായിരുന്നു. രണ്ടാമത്തെ ഖലീഫ തൻ്റെ മകനായ മിർസ ബഷീറുദ്ദീൻ അഹമ്മദ് തന്നെ. ബ്രിട്ടീഷുകാരുമായി അടുപ്പത്തിലായിരുന്ന അദ്ദേഹം അവർക്ക് വേണ്ടി പല ഗ്രന്ഥങ്ങളും എഴുതുകയുണ്ടായി. ജിഹാദ് എന്ന സമരമുറയെ ദുർബലമാക്കി എന്ന് അവകാശപ്പെട്ടു. പൊതു മുസ്ലിങ്ങളിൽ നിന്നുള്ള ആക്രമണത്തിൽ നിന്ന് രക്ഷയ്ക്ക് വേണ്ടിയാണോ അതോ ബ്രിട്ടീഷുകാരുടെ ഭിന്നിപ്പിച്ചു ഭരിക്കൽ എന്ന തന്ത്രത്തിന് അദ്ദേഹം ഇരയായോ എന്ന് അറിയുന്നില്ല. ലവ് ഓൾ ഹേറ്റഡ് നൺ എന്നൊരു മുദ്രാവാക്യം അടുത്ത കാലത്തായി ഉയർത്തിപ്പിടിക്കുന്നവരാണ് അഹമ്മദീയർ. പഞ്ചാബിലെ ഖാദിയാനിൽ നിന്ന് സന്ദേശപ്രചരണ വിഭാഗം സൗജന്യമായി പുസ്തകങ്ങൾ അയച്ചു കൊടുക്കാറുണ്ട്. മുസ്ലിം പേരിൽ ആദ്യമായി TV സംപ്രേഷണം തുടങ്ങിയത് അഹമ്മദീയ വിഭാഗമാണ്. അവരുടെ ഭരണം ആഗോള അമീറിൻ്റെ കീഴിലാണ്. ഇപ്പോഴത്തെ ഖലീഫ മിർസ മസ്റൂർ അഹമ്മദാണ്. ലണ്ടനിലാണ് ആസ്ഥാനം. കേരളത്തിൽ നിന്ന് ആദ്യകാലത്ത് പലരും ഖാദിയാനിൽ പോയി അതിൽ അംഗങ്ങളായിട്ടുണ്ട്. കേരളത്തിൽ കോഴിക്കോട്, കൊടിയത്തൂർ, കണ്ണൂർ, മണ്ണാർക്കാട്, പാലക്കാട്, പെരിന്തൽമണ്ണ, കൊച്ചി തുടങ്ങി പല സ്ഥലത്തും അവരുടെ ജമാഅത്ത് യൂണിറ്റുകളുണ്ട്. കേരളത്തിലെ എല്ലാ വിഭാഗം പണ്ഡിതരും അഹമ്മദിയർക്കെതിരെ പുസ്തകങ്ങൾ ധാരാളം എഴുതിയിട്ടുണ്ട്. ലോകാടിസ്ഥാനത്തിൽ ഒരു അമീറിൻ്റെ കീഴിൽ പ്രവർത്തിക്കുന്നതുകൊണ്ട് സക്കാത്ത് പിരിക്കാനും അത് വിനിയോഗം ചെയ്യാനും ശാസ്ത്രീയമായ സംവിധാനം ഉണ്ടാവുന്നു. ലോക അമീറിൻ്റെ വെള്ളിയാഴ്ച ഖുതുബയാണ് പ്രാദേശിക തലത്തിലും അവതരിപ്പിക്കുന്നത്. സമ്മേളനങ്ങളിൽ സ്റ്റേജുകളിൽ പല ഭാഗത്തും സെക്യൂരിറ്റിയായി ചിലർ നിൽക്കുന്നത് കാണാം. പള്ളികളിൽ വലിയ അക്ഷരത്തിൽ തന്നെ മുസ്ലിം കലിമ ലാ ഇലാഹ ഇല്ലല്ലാ മുഹമ്മദ് റസൂലുള്ളാഹ് പ്രദർശിപ്പിച്ച് മുസ്ലിം അസ്തിത്വം ഉറപ്പിക്കുവാൻ അവർ ശ്രമിക്കാറുണ്ട്. ഇന്ത്യയിൽ കൃഷ്ണൻ, രാമൻ ഉൾപ്പെടെയുള്ളവരെ നബിമാരോ എന്ന സംശയം മുസ്ലിങ്ങൾ പങ്കിടുമ്പോൾ ഇതൊന്നും പരിഗണിക്കാതെ അവരെ നബിമാരായി തന്നെ കാണുന്നത് ഹിന്ദുക്കളുടെ അടുത്ത് അംഗീകാരം കിട്ടാനാണോ എന്ന സംശയം അസ്ഥാനത്തല്ല. കാരണം ഇതിഹാസ പുരുഷന്മാരെ പറ്റിയുള്ള ഐതിഹ്യങ്ങൾ ഇസ്ലാമിക വിശ്വാസമനുസരിച്ച് കൃത്യമാണെന്ന് പറഞ്ഞുകൂടാ. മുമ്പ് പരാമർശിച്ച പണ്ഡിതന്മാരെ കൂടാതെ വേറെയും പണ്ഡിതന്മാർ അഹമ്മദിയത്തിന് എതിരായിരുന്നു. അവർ ഇപ്രകാരമാണ്: മൗലാന സയ്യിദ് മുഹമ്മദ് അലി മോൻഗേരി, മൗലാന മുഹമ്മദ് ഹുസൈൻ ബട്ടാലവി, മൗലാന സനാഉള്ള അമൃതസരി, മൗലാന സയ്യിദ് അത്താഉള്ള ഷാ ബുഖാരി, അല്ലാമ മുഹമ്മദ് ഇദ്രീസ് കാന്തലവി, സയ്യിദ് അബുൽ ഹസൻ അലി നദവി, മൗലാന മുഹമ്മദ് ആരിഫ്, പ്രൊഫസർ നസ്റുള്ള ചെന്നൈ, മൗലാന അബ്ദുൽ ഹക്കീം, മൗലാന അസ്അദുള്ള, മൗലാന നൂർ മുഹമ്മദ് തുടങ്ങിയവരാണവർ. ഇന്ത്യയിലെ പ്രധാന കേന്ദ്രം നേരത്തെ പറഞ്ഞ ഖാദിയാനിൽ തന്നെയാണ്. അവിടുത്തെ മക്ബറയിൽ അടക്കപ്പെട്ടാൽ സ്വർഗസ്ഥരായി എന്ന് ഖാദിയാനിയിൽ വിശ്വസിക്കുന്നുണ്ട്. അതുകൊണ്ട് പണ്ടുകാലത്ത് ഇപ്പോഴും പലരും അവിടെ മറയടക്കപ്പെടാൻ ആഗ്രഹിക്കുന്നു. പാകിസ്ഥാനിലെ റുബൂഹും ഇസ്രായേലിലെ ഹീഫയും അവരുടെ പ്രധാന കേന്ദ്രമാണ്. ഇത് കൂടാതെ മറ്റു പല പാശ്ചാത്യ രാജ്യങ്ങളിലും ആഫ്രിക്കൻ രാജ്യങ്ങളിലും അഹമ്മദിയത്തിന് കേന്ദ്രങ്ങളുണ്ട്. മുസ്ലിം പണ്ഡിതരുടെ വിമർശനത്തിന് കാരണമായ ഒന്നാണ് അദ്ദേഹത്തിൻ്റെ വാദം. അതായത് തനിക്ക് 10 ലക്ഷത്തോളം
അത്ഭുത കൃത്യങ്ങൾ മോജിസാത്ത് ഉണ്ടായി എന്ന് പറയുന്നു. എന്നാൽ നബിക്ക് ആകെ 3000 അത്ഭുത കൃത്യങ്ങളെ ഉണ്ടായിട്ടുള്ളൂ എന്ന്. ഇത് തുഹ്ഫ ഗോൾഡവി പേജ് 40 ബറാഹീനെ അഹമ്മദിയ വോളിയം 5 പേജ് 56 രേഖപ്പെട്ടിട്ടുണ്ട്. ഇതുകൂടാതെ ഖാദിയാൻ മക്കയ്ക്കും മദീനയ്ക്കും തുല്യമാണ്, ഖാദിയാനിലേക്ക് പോകുന്നത് ഹജ്ജിന് പോകുന്നതിന് തുല്യമാണെന്നെല്ലാം അദ്ദേഹം വാദിച്ചിട്ടുണ്ട്. ഇതെല്ലാം മറ്റ് പരമ്പരാഗത ഉലമാക്കൾ ശക്തിയായി എതിർക്കാൻ കാരണമായി. കൂടാതെ അദ്ദേഹത്തിൻ്റെ പല പ്രവചനങ്ങളും പാളിപ്പോവുകയും അദ്ദേഹത്തിൻ്റെ ഭാഷയിലുള്ള സഭ്യത വിട്ടുകിടക്കുകയും ചെയ്യുന്നതും പണ്ഡിതന്മാരുടെ എതിർപ്പിന് ഒരു കാരണമാണ്. ഉദാഹരണത്തിന് നജ്മുൽ ഹുദ പേജ് 15 അദ്ദേഹം പറയുന്നു, എൻ്റെ എതിരാളികൾ കാട്ടിലെ പന്നികളായിരിക്കുന്നു. മറ്റൊരു ഭാഗത്ത് അദ്ദേഹം പറയുന്നു, എല്ലാവരും എന്നെ സ്വീകരിച്ചു, വേശ്യയുടെ മക്കൾ ഒഴികെ. ആയിനെ മഹാമാത്തെ ഇസ്ലാം 547 പേജിലാണ് അങ്ങനെ പറയുന്നത്. നമ്മുടെ വിജയത്തിൽ വിശ്വസിക്കാത്തവൻ ഹറാം പിറന്നവനാകാൻ ആഗ്രഹിക്കുന്നു. അൻവാറുൽ ഇസ്ലാം പേജ് 30. ഇത്തരം വാക്കുകളൊന്നും ഒരു വിശുദ്ധ ജന്മത്തിന് പ്രതീക്ഷിക്കാവതല്ല. മിർസ പറയുന്നത് തനിക്ക് ദൈവത്തിൽ നിന്നും വഹി അഥവാ ദിവ്യ സന്ദേശം ലഭിക്കുന്നു. അതിനാൽ അതിനെതിരായിട്ട് മുൻകാലങ്ങളിലുള്ള ഖുർആൻ വ്യാഖ്യാനങ്ങൾ തഫ്സീറിൽ വന്നതെല്ലാം അടിസ്ഥാനമില്ലാത്തതാണ്. അതുപോലെ തന്നെ തൻ്റെ വാദത്തിനെതിരായിട്ടുള്ള ഹദീസുകളൊന്നും അദ്ദേഹം എടുക്കുന്നില്ല. മുസ്ലിങ്ങളെ വിശ്വാസപ്രകാരം ഈസാ നബിയെ കുരിശിൽ തറക്കാൻ കഴിഞ്ഞില്ല, അദ്ദേഹത്തെ അള്ളാഹു ആകാശത്തിലേക്ക് ഉയർത്തി എന്നാണ്. എന്നാൽ അദ്ദേഹം പറയുന്നത് ഈസാ നബി കുരിശിൽ നിന്ന് രക്ഷപ്പെട്ടു, കാശ്മീരിൽ മരിച്ചു എന്നാണ്. മാത്രമല്ല ഈസാ നബിയുടെ അസ്തിത്വം താൻ തന്നെയായിരുന്നു എന്നും അദ്ദേഹം പറയുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ ഒട്ടനവധി പ്രവചനങ്ങൾ പാളിപ്പോയിട്ടുണ്ട്. അതിലൊന്നാണ് അദ്ദേഹത്തിൻ്റെ എതിരാളിയായിരുന്ന സനാഉള്ള അമൃതസരി തൻ്റെ ജീവിതകാലത്ത് കോളറ പോലെയുള്ളതുകൊണ്ട് മരിക്കുമെന്ന് പറഞ്ഞത്. 1908 മെയ് 26 മിർസ ലാഹോറിൽ കോളറ ബാധിച്ചു മരിച്ചു. അമൃതസരി ആകട്ടെ അദ്ദേഹത്തിന് ശേഷം 40 വർഷം വീണ്ടും ജീവിച്ചു. അതുപോലെ അദ്ദേഹവുമായി സംവാദം നടത്തിയ ക്രൈസ്തവ സംവാദകൻ അബ്ദുള്ള ആദം 15 മാസത്തിനുള്ളിൽ മരിക്കുമെന്ന് പറഞ്ഞിരുന്നു. എന്നാൽ അദ്ദേഹം ആ കാലം അതിജീവിച്ചു. അതിനാൽ മുസ്ലിം വിശ്വാസ സംഹിതയിൽ ഒരുപാട് കുഴമറിച്ചിൽ ഉണ്ടാക്കിയ ഒരാളായിരുന്നു മിർസ ഗുലാം അഹമ്മദ് ഖാദിയാനി. ചുരുക്കത്തിൽ രേഖകളുടെ അടിസ്ഥാനത്തിൽ പഠനം നടത്തുകയാണെങ്കിൽ മിർസ ഗുലാം അഹമ്മദിൻ്റെ വാദങ്ങൾ ശരിക്കും ദുർബലമാണെന്നും അദ്ദേഹം പരാജയപ്പെട്ടും എന്നും മനസ്സിലാക്കാവുന്നതാണ്.